Hello children, welcome back to our channel chapters. We are studying Indian independence. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി സെക്കൻഡ് പാർട്ടിൽ വരുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്, നിസ്സഹകരണ പ്രസ്ഥാനം. ഓക്കെ, നമുക്ക് നോക്കാം. The treatment given to the Caliph and the atrocious massacre of Jallianwala Bagh strengthened the unity of Hindus and Muslims. അപ്പൊ നമ്മള് ഖിലാഫത്ത് മൂവ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, തുർക്കിയിലെ സുൽത്താനെതിരെയുള്ള ബ്രിട്ടീഷുകാരുടെ മോശം പെരുമാറ്റം, അല്ലെങ്കിൽ തുർക്കി പിടിച്ചെടുത്തുകൊണ്ട് അവരെ സുൽത്താനെ ഇൽ ട്രീറ്റ്മെന്റ്, മോശം പെരുമാറ്റത്തിൽ കൂടെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനെ ഇന്ത്യയിലെ മുസ്ലിം ലീഡേഴ്സ് ആയിട്ടുള്ള അലി ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ മുസ്ലിംസ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ഒത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അലി ബ്രദേഴ്സ്, ഗാന്ധിജി ഇവരൊക്കെ ബ്രിട്ടീഷുകാരുടെ ജയിലിലായി അല്ലെ. അപ്പൊ നെക്സ്റ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അതായത് ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊല എന്ന് പറയുന്നത് ഹിന്ദുസിനെയും, ഇന്ത്യയിലെ ഹിന്ദുസിനെയും, അതുപോലെ തുർക്കി സുൽത്താന് എതിരെയുള്ള ബ്രിട്ടീഷുകാരുടെ പെരുമാറ്റം എന്നുള്ളത് ഇന്ത്യയിലെ മുസ്ലിംസിനെയും ഒക്കെ കൂടുതൽ ബ്രിട്ടീഷുകാരോടുള്ള പക വർദ്ധിപ്പിക്കാൻ വേണ്ടി കാരണമായി. അങ്ങനെ ഗാന്ധിജി ഡിസൈഡഡ് ടു ലോഞ്ച് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്തു. അതായത് രാജ്യം മുഴുവനാണ്, രാജ്യവ്യാപകമായിട്ട് ഖിലാഫത്ത് മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ലീഡേഴ്സിന്റെ അല്ലെങ്കിൽ അതിലെ മെമ്പേഴ്സും, അതുപോലെ ഇന്ത്യൻ നാഷണൽ ലീഡേഴ്സും കോൺഗ്രസിന്റെ ലീഡേഴ്സും, അതുപോലെ ഇന്ത്യയിലെ മൊത്തം ജനങ്ങളും ഒക്കെ ഈ ഒരു സമരത്തിൽ പങ്കാളികളായി. ദ ഹിന്ദുസ് ആൻഡ് ദ മുസ്ലിംസ് വെർ നൗ ടുഗെദർ ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ എ പീസ്ഫുൾ വേ. അപ്പോ ഇന്ത്യയിലെ മുസ്ലിംസും ഹിന്ദുസും ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ സമാധാനപരമായിട്ട് തന്നെ എന്ത് ചെയ്തു, സമരം ചെയ്തു. അണ്ടർ ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പീപ്പിൾ ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു, എന്തൊക്കെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട അവരുടെ തീരുമാനങ്ങൾ നമുക്ക് നോക്കാം. സറണ്ടർ ദ ടൈറ്റിൽ ആൻഡ് ഓണേഴ്സ് കൺഫേർഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരെ ചിലപ്പോ കുറച്ച് വലിയ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക്, ഇപ്പം ലൈക്ക് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ലോയേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ബഹുമതികൾ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ ബ്രിട്ടീഷുകാർക്ക് തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് തീരുമാനം. പിന്നെ സെക്കൻഡ് ബോയ്ക്കോട്ട് ഇലക്ഷൻസ് ആൻഡ് ഗവൺമെന്റ് ഫങ്ഷൻസ്. ഗവൺമെന്റിന്റെ ഇലക്ഷൻസും അതുപോലെ ഫങ്ഷൻസ്, ഗവൺമെന്റ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പൊ ഗവൺമെന്റിന്റെ പരിപാടികളൊക്കെ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഇലക്ഷൻസും പൊതുപരിപാടികളൊക്കെ ബോയ്ക്കോട്ട് ചെയ്യുക. ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബഹിഷ്കരിക്കുക. അഡോപ്റ്റ് സ്വദേശി ഗുഡ്സ് ആൻഡ് ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ്. ഓക്കെ, അതുപോലെ സ്വദേശി വസ്തുക്കൾ മാത്രം നമ്മൾ സ്വീകരിക്കുക അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുക. അതുപോലെ ഫോറിൻ ഗുഡ്സ്, ഫോറിൻ സാധനങ്ങൾ എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുക. ബോയ്ക്കോട്ട് ഗവൺമെന്റ് സ്കൂൾസ്, കോളേജസ് ആൻഡ് കോർട്സ്. അതുപോലെ ഗവൺമെന്റ് സ്കൂൾസ്, കോളേജസ്, കോർട്സ്, കോടതികൾ, ഇതൊക്കെ ബഹിഷ്കരിക്കുക. ഇതാണ് മെയിൻ ആയിട്ടും നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ പറയുന്നത്. മെൻ ആൻഡ് വിമൻ ഫ്രം ഓൾ ഓവർ ഇന്ത്യ സപ്പോർട്ടഡ് ദിസ് മൂവ്മെന്റ്. Many famous lawyers and teachers of educational institutions gave away their titles and jobs to join the protest. അപ്പൊ ഒരുപാട് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന വക്കീലന്മാര് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റ് നല്ല ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആൾക്കാരും ഒക്കെ എന്ത് ചെയ്തു, ഈ ഒരു മൂവ്മെന്റിൽ സപ്പോർട്ട് ചെയ്തു. ഗാന്ധിജി ഹാഡ് ഓൾവേസ് എംഫസൈസ്ഡ് ദ മൂവ്മെന്റ് ഷുഡ് ബി പീസ്ഫുൾ. ഗാന്ധിജി എപ്പോഴും എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമരം എന്ന് പറയുന്നത്, സമരം ചെയ്യുമ്പോൾ നമ്മൾ സമാധാനപരമായിട്ട് തന്നെ സമരം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ an angry mob, ഒരു കൂട്ടം ജനങ്ങൾ കൂടുതൽ ബ്രിട്ടീഷുകാരോട് ദേഷ്യം വന്ന് അവരെന്ത് ചെയ്തു, ചൗരി ചോര എന്നുള്ള പോലീസ് സ്റ്റേഷൻ, ഉത്തർപ്രദേശിലുള്ള ഒരു ഗ്രാമത്തിലുള്ള പോലീസ് സ്റ്റേഷൻ, ചൗരി ചോര എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ അവരെ കത്തിച്ചു. 22 policemen were killed in this incident. Gandhiji was so shocked by the violence that he withdrew the movement. Okay,
22 പോലീസുകാർ ഈ ഒരു സംഭവത്തിൽ കൊല്ലപ്പെട്ടു. അത് ഗാന്ധിജിക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു. ആൻഡ് അതായത് അദ്ദേഹം എപ്പോഴും എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോൺ വയലൻസ് തന്നെ പിന്തുടരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു സംഭവം വന്നതിനെ തുടർന്ന് ഗാന്ധിജി ഈ ഒരു മൂവ്മെന്റ് പിൻവലിച്ചു. ഓക്കെ, ഇതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് സൈമൺ കമ്മീഷൻ ആണ്. The British government was finding it difficult to control the law and order situation in the country. They appointed Sir Simon in 1927 to head a commission to make some changes and reforms the administration of India. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം എന്താ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പോൾ എപ്പോഴും സ്ട്രൈക്സ്, മൂവ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ മൊത്തം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു അല്ലെ. അങ്ങനെ ബ്രിട്ടീഷുകാര് സർ സൈമണിനെ 1927 ഒരു കമ്മീഷൻ ഏൽപ്പിച്ചു. എന്താ അത്? They appointed Sir Simon in 1927 to head the commission to make some changes and reforms in the administration. ഇന്ത്യൻ ഭരണത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് സർ സൈമണിനെ നിയോഗിച്ചു. The Indian National Congress boycotted the commission as there were no Indian representatives in it. അപ്പൊ ഈ ഒരു കമ്മീഷനിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആരുമില്ല, അതിൽ ബ്രിട്ടീഷുകാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഒരു കമ്മീഷൻ ബഹിഷ്കരിച്ചു. നിങ്ങൾക്ക് ഇവിടെ ചിത്രം കാണാൻ വേണ്ടി പറ്റും. സൈമൺ ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് ഒരുപാട് ജനങ്ങൾ, ഒരുപാട് ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം വിളിച്ചു. Okay, when Sir Simon came to India, the protesters shouted the slogans of Simon go back. Okay, next Purna Swaraj. നോക്കാം. In December 1929, the Congress passed a resolution and demanded complete independence or Purna Swaraj from the government. Okay, അപ്പോൾ 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രമേയം പാസ്സാക്കി. അതിൽ എന്താ അവർ പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, നമ്മളുടെ പൂർണ്ണ സ്വാതന്ത്ര്യം, ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾക്ക് വേണം എന്നുള്ള ഒരു ഡിമാൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസ്സാക്കി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വാസ് ഇലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ദ കോൺഗ്രസ്. അപ്പോ ഈ ഒരു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ തെരഞ്ഞെടുത്തു. The Congress also decided that 26 January would be observed as the Independence Day all over the country every year. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാര്യം കൂടെ തീരുമാനിച്ചത്, നമ്മൾ സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അല്ലെ. 26-ാം തീയതി, അതായത് എല്ലാ വർഷവും ജനുവരി 26-ന് നമ്മള് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആഘോഷിക്കും എന്നുള്ള ആ ഒരു പ്രഖ്യാപനവും നടത്തി. Okay, the first Independence Day was celebrated on 26th January 1930 in Kolkata. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ സ്വാതന്ത്ര്യ ദിവസം, സ്വാതന്ത്ര്യ ദിനായിട്ട് ആഘോഷിച്ചത് എപ്പോഴായിരുന്നു? 1930 1930 ജനുവരി 26-ന് കൊൽക്കട്ടയിലാണ് ആദ്യമായിട്ട് ഇത് ആഘോഷിച്ചത്. The Indian flag was hoisted and the Independence Pledge was taken by the members of the Indian National Congress. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു? കൊൽക്കട്ടയില് സ്വാതന്ത്ര്യ ദിനായിട്ട് ആഘോഷിച്ചു ജാനുവരി 26 1930. അതുപോലെ അവിടെ ദേശീയ പതാക ഉയർന്നു. അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ പ്ലെഡ്ജും അവര് അവിടെ ചൊല്ലി. ഓക്കെ, ദിസ് സെലിബ്രേഷൻ കണ്ടിന്യൂഡ് till India became an independent nation. അപ്പൊ എല്ലാ വർഷവും ജനുവരി 26-ന് എന്ത് ചെയ്തു? 1930 മുതൽ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് വരെ അല്ലെ. നമുക്ക് എപ്പോഴാണ് ഇൻഡിപെൻഡൻസ് കിട്ടിയത്? 1947-ലല്ലേ. അപ്പൊ അതുവരെ എന്ത് ചെയ്തു? ജാനുവരി 26-ന് എല്ലാ വർഷവും അവര് നമ്മളുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആചരിച്ചു. ഓക്കെ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സിൻസ് 1950 this day is being observed as the Republic Day. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം 1950-ല്, അതായത് 1950-ല്
എന്ത് ചെയ്തു? ഈ ഒരു ദിവസത്തിന് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു അല്ലെ, ഈ ഒരു ജനുവരി 26. നെക്സ്റ്റ് അതിന് ശേഷം വന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, സിവിൽ നിയമലംഘനം. അത് എന്താണെന്ന് നോക്കാം. അതായത് ഗവൺമെന്റിന്റെ എല്ലാ നിയമങ്ങളും ലംഘിക്കുക എന്നുള്ള ഒരു സമരമുറയായിരുന്നു നെക്സ്റ്റ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. Gandhiji launched the civil disobedience movement in 1930 to disobey the British laws. Foreign clothes were burned, government schools and colleges were boycotted, and cotton was spun using the charkha on a large scale. Okay, so Gandhiji launched a new movement. അതാണ് എന്ത്? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. അത് 1930-ലായിരുന്നു. അതെന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ എല്ലാ നിയമങ്ങളെയും അനുസരിക്കാതിരിക്കുക എന്നുള്ള ഒരു സമരമുറയായിരുന്നു. ഓക്കെ, ഫോറിൻ ക്ലോത്ത്സ് വെയർ ബേൺഡ്. ഫോറിൻ നിന്ന് കൊണ്ടുവരുന്ന, അതായത് ബ്രിട്ടീഷുകാരെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്ലോത്ത്സ് ഒന്നും എല്ലാം അവർ കത്തിച്ചു. ഗവൺമെന്റ് സ്കൂൾസ് ആൻഡ് കോളേജസ് വെയർ ബോയ്ക്കോട്ടഡ്. ഗവൺമെന്റ് സ്കൂളുകളും കോളേജുകളും ഒക്കെ ബഹിഷ്കരിച്ചു. ആൻഡ് കോട്ടൺ വാസ് സ്പൺ യൂസിങ് ചർക്ക ഓൺ എ ലാർജ് സ്കെയിൽ. അതുപോലെ കോട്ടൺ വസ്ത്രങ്ങൾ ചർക്കയിൽ നെയ്തെടുക്കാൻ വേണ്ടി തുടങ്ങി. പെസൻസ് റെഫ്യൂസ് ടു പേ ടാക്സ്. കൃഷിക്കാര്, പെസൻസ്, അവര് ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് റെഫ്യൂസ് ചെയ്തു അല്ലെ, ടാക്സ് പേ ചെയ്യാണ്ടിരുന്നു. ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ കെയിം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ ഇൻ മെനി പ്ലേസസ്. അപ്പൊ ഇത് ബ്രിട്ടീഷുകാർക്ക് ഇത് വമ്പൻ ഒരു തിരിച്ചടിയായിരുന്നു അല്ലെ. ദ ദണ്ഡി മാർച്ച്. നെക്സ്റ്റ് ദ ദണ്ഡി മാർച്ച്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ദണ്ഡി മാർച്ച് ആണ്. On May 1930, Gandhiji marched with his followers to Dandi to protest against the tax imposed by the British on making of salt. അപ്പോ ഇന്ത്യക്കാർക്ക് ഉപ്പ് നമ്മൾ ഏതെല്ലാം എടുക്കുന്നത്? കടലിൽ നിന്നാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഉപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിന്, കടലിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്നതിന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അതിനെ ടാക്സ് അല്ലെ, നികുതി ചുമത്തി. അപ്പൊ ഇതിനെതിരെ 1930 മെയ്യില് ഗാന്ധിജി അദ്ദേഹത്തിന്റെ അനുയായികളുടെ കൂടെ ദണ്ഡി കടപ്പുറത്തേക്ക് ഒരു മാർച്ച് നടത്തി. ഗാന്ധിജി ബ്രോക്ക് ദിസ് ലോ ബൈ പ്രിപ്പയറിംഗ് salt at Dandi. ഗാന്ധിജി ആൻഡ് മെനി ഓഫ് ഹിസ് ഫോളോവേഴ്സ് വെർ അറസ്റ്റഡ്. അപ്പൊ ഗാന്ധിജി എന്ത് ചെയ്തു? അവിടെ പോയിട്ട് ദണ്ഡി കടപ്പുറത്ത് പോയിട്ട് അവിടുന്ന് സോൾട്ട് ഉണ്ടാക്കി, അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും കൂടി. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്തു. The movements led by the Indian National Congress were declared illegal by the British. Jails were packed everywhere. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് പ്രഖ്യാപിച്ചു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള എല്ലാ മൂവ്മെന്റ്സും ഇതൊക്കെ നിയമവിരുദ്ധാണെന്ന് പറഞ്ഞ് എല്ലാവരെയും ജയിലിലടച്ചു. ജയിലുകളൊക്കെ നിറഞ്ഞു കവിയാറായി. Okay, the civil disobedience movement came to an end in 1934. അപ്പൊ ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് 1934 അങ്ങനെ എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. അത് നിർത്തലാക്കി. നെക്സ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. The Government of India Act എന്ന് നോക്കാം. The British government announced the Government of India Act in August 1935. According to it, Indians were promised more participation in the administration. അപ്പോൾ നമ്മളുടെ ഇന്ത്യക്കാരുടെ ഈ ഒരു മൂവ്മെന്റ്സ്, സമരങ്ങളൊക്കെ കൊണ്ട് ബ്രിട്ടീഷുകാർ കുറച്ച് പേടിക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു പ്രഖ്യാപനം നടത്തി. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഗസ്റ്റ് 1935-ലാണ് പ്രഖ്യാപനം നടത്തിയത്. According to that act, Indians were promised more participation in administration. ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യക്കാരെയും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇന്ത്യക്കാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കുറച്ചും കൂടിയും പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. But the actual powers remained with the British. പക്ഷേ
മെയിൻ ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ തന്നെ, പക്ഷെ ഇന്ത്യക്കാരെയും കൂടെ ഉൾപ്പെടുത്താം എന്നുള്ള കാര്യത്തിൽ അവർ തീരുമാനിച്ചു. Although the in Congress disapproved of this act, they still decide to give it a try. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനെ അപ്രൂവ് ചെയ്തില്ല, പക്ഷേ ഇതൊന്ന് നോക്കാം എന്ന് അവർ വിചാരിച്ചു. ഇത് എവിടെ വരെ പോകും നോക്കാന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചു. Hence they contested in the elections, won in most of the provinces and formed provincial government. അങ്ങനെ ഇലക്ഷൻസ് ഒക്കെ നടന്നു, കുറെ പ്രവിശ്യകളൊക്കെ പിടിച്ചെടുത്തു, അങ്ങനെ പ്രാദേശിക ഗവൺമെന്റ് രൂപീകരിച്ചു. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. The Quit India movement was launched in August 1942 in response to Gandhiji's call for immediate independence. അപ്പോൾ പെട്ടെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു, അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ സ്വാതന്ത്ര്യം വേണം. അങ്ങനെയാണ് ക്വിറ്റ് ഇന്ത്യ എന്നുള്ള ഒരു മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത് 1942. He insisted the British must leave India and raised the slogan "Do or die" to attain complete independence. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഗാന്ധിജി അനൗൺസ് ചെയ്തു എന്ത്, ഡു ഓർ ഡൈ എന്നുള്ള ഒരു സ്ലോഗൻ അല്ലെ, എന്താ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഒരു സ്ലോഗൻ ഗാന്ധിജി പ്രഖ്യാപിച്ചു. അതായത് ബ്രിട്ടീഷുകാരെ എത്രയും പെട്ടെന്ന് ഇന്ത്യ വിടണം എന്നത്. The Quit India movement made the British realize that they could not rule India any longer by force. They decided to leave India and go away. അപ്പൊ ഈ ഒരു മൂവ്മെന്റോട് കൂടി ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി എന്ത്, അവർക്ക് ഇന്ത്യ ഭരിക്കാൻ വേണ്ടി പറ്റൂല, അവർ ഇവിടുന്ന് പോയേ പറ്റൂ എന്നുള്ളത്. അങ്ങനെ അവര് ഇന്ത്യ വിടാൻ വേണ്ടി തീരുമാനിച്ചു. Okay, and next is dawn of Indian independence. DAW എന്നാണ്, അതായത് ഉദയം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഉദയം. When the British when the British decided to quit India, Muhammad Ali Jinnah, the leader of Muslim League, demanded a separate nation for the Muslims. അപ്പോൾ ബ്രിട്ടീഷുകാര് ഇന്ത്യ വിടാമെന്ന് തീരുമാനിച്ച സമയത്ത് മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന മുസ്ലിം ലീഗ് ലീഡർ എന്ത് പറഞ്ഞു, അതായത് മുസ്ലിംസിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു നേഷൻ, ഒരു രാജ്യം വേണമെന്ന് മുഹമ്മദ് അലി ജിന്ന പ്രഖ്യാപിച്ചു. He wanted it to be known as Pakistan. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മറ്റൊരു മുസ്ലിംസിനായിട്ട് ഒരു സെപ്പറേറ്റ് രാജ്യം വേണം, അതിന്റെ പേര് പാകിസ്ഥാൻ. Mahatma Gandhi did not approve this idea as he always wished for Hindu-Muslim unity. അപ്പോൾ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന അദ്ദേഹം എന്താ, നമ്മളുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി, അദ്ദേഹം ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. അദ്ദേഹത്തിന് എന്ത് വേണം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാ മതക്കാരും ഒത്തൊരുമയോടുകൂടി ഇന്ത്യയിൽ ജീവിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷേ he showed his disagreement by fasting but in vain. അതായത് മഹാത്മാഗാന്ധി ഇതിനെതിരായിട്ട് എന്താ സത്യാഗ്രഹം ഇരുന്നു, പക്ഷെ അത് നിഷ്ഫലായിരുന്നു. ഇന്ത്യയെ വിഭജിച്ചു അല്ലെ, രണ്ടായി വിഭജിച്ചു. ദ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഓഫ് ദ ബ്രിട്ടീഷ് വാസ് സക്സസ്ഫുൾ അറ്റ് ലാസ്റ്റ്. ബ്രിട്ടീഷുകാരുടെ എന്താ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള നയം, അത് ഇവിടെ അവസാനം വിജയിക്കുകയാണ് ചെയ്തത് അല്ലെ. അതായത് ഇന്ത്യക്കാർ മുസ്ലിംസിനായിട്ട് ഒരു രാഷ്ട്രം വേണം എന്ന് പറഞ്ഞ് അങ്ങനെ പാകിസ്ഥാൻ എന്നുള്ള മറ്റൊരു രാജ്യമായിട്ട് ഇന്ത്യനെ ഡിവൈഡ് ചെയ്തു. ഓൺ 15th August 1947 the country was divided into two independent nations. They were India and Pakistan. അങ്ങനെ ഇന്ത്യയെ രണ്ടായി വിഭജിച്ച് ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള മുസ്ലിംസിനായിട്ടുള്ള ഒരു രാഷ്ട്രമായിട്ട് പാകിസ്ഥാനെ വിഭജിച്ചു. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങൾ ഉണ്ടായി. അതാണ് ഇന്ത്യയും പാകിസ്ഥാനും. ഓക്കെ, അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 15. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ ലെസൺ? Okay then, thank you, bye.